ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഓരോ ദിവസങ്ങൾ കേൾക്കുന്ന വാർത്ത, ചെറിയ പണ്ഡിത സുഹൃത്തുക്കൾ നിരന്തരമായി മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടാണ് മാതാപിതാക്കൾ മക്കളെ പഠിപ്പിക്കുന്നത്. നാം മരിച്ചാൽ നമുക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കുന്ന, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നമുക്ക് വേണ്ടി ഖത്മുൽ ഖുർആൻ ഓതുന്ന, നമുക്ക് വേണ്ടി തഹ്ലീൽ ചെയ്യുന്ന മക്കൾ നമുക്ക് വേണം എന്ന് മക്കളെ പഠിപ്പിച്ച് ആ പോറ്റ് വളർത്തിയ പൊന്നുമക്കൾ അവർ പഠിച്ച് ഒരു നല്ലൊരു മേഖലയിൽ എത്തുന്നതിൻ്റെ മുമ്പ് തന്നെ ആ കുടുംബത്തെ കണ്ണീരിലാക്കുക എന്ന് പറഞ്ഞാൽ, ഉപ്പ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മകൻ്റെ കഫം പുടവ പൊതിഞ്ഞ് ഖബറിൽ ദഫൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അല്ലാഹു ഏറ്റവും വലിയ താങ്ങാൻ പറ്റാത്ത പരീക്ഷണങ്ങളാണ്. അല്ലാഹു കുടുംബത്തിന് ക്ഷമ പ്രദാനം ചെയ്യട്ടെ. ഇതിലുള്ള ഖൈറും ഷർറും അല്ലാഹുവാണ് അറിയുന്നത്. അല്ലാഹുവിൻ്റെ വിധിയുടെ മുമ്പിൽ ഒന്നുമല്ല. ചെറുതോ വലുതോ പ്രായമോ ഒന്നുമില്ല. ഇതൊക്കെ നമുക്ക് നൽകുന്നത് നാം എന്നും മരണത്തിന് വേണ്ടി ഒരുക്കത്തിലായിരിക്കണമെന്നാണ്. പഠിച്ച് വലുതായി പ്രായമെല്ലാം ആയതിൻ്റെ ശേഷം ഒന്ന് ഹജ്ജെല്ലാം ചെയ്ത് പിന്നെ റാഹത്തായി പള്ളിയിൽ പോയി നമസ്കരിച്ചു കൊണ്ട് നല്ല നിലയ്ക്ക് ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കുക. ഇപ്പം ചെറിയ പ്രായമല്ലേ, ഇപ്പം തന്നെ ഇബാദത്തെടുത്ത് അങ്ങ് നമ്മുടെ ഈ സന്തോഷകരമായ മനസ്സിന് ആനന്ദം നൽകുന്ന ഈ ജീവിതം എന്തിന് കളയണം എന്ന് ചിന്തിക്കുന്ന ചെറുപ്പക്കാർ വരെ ഉണ്ട്. പ്രിയമുള്ളവർ, ഇന്ന് കൂടുതൽ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ചെറിയ ചെറുപ്പക്കാരാണ്. ചെറിയ ചെറുപ്പക്കാർ. എത്ര മരണങ്ങളാണ്. ഇത് അന്ത്യദിനത്തിൻ്റെ ലക്ഷണമാണ്. ഫുജിഅത്തുൽ മൗത്ത്, പെട്ടെന്നുള്ള മരണം വർദ്ധിക്കുക എന്നുള്ളത്. ഈ ഒരു വാർത്ത കുടുംബത്തിന് താങ്ങാൻ കഴിയാത്ത, അല്ലാഹു മർക്കസിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്, ഉറുദു വിദ്യാർത്ഥിയാണ്, സമീർ റസ എന്ന പേരിൽ അറിയപ്പെടുന്ന വിദ്യാർത്ഥി ഇവിടെ പറഞ്ഞു എന്നുള്ള വാർത്ത ആ കുടുംബം അറിയുമ്പോൾ, പരിശുദ്ധ റമദാൻ മാസത്തിൽ മരണം ഒക്കെ നല്ല മരണമാണ്. എന്നാൽ ഈ ചെറുപ്രായത്തിൽ മക്കളുടെ വിട പറച്ചിൽ ഒരിക്കലും അത് താങ്ങാൻ പറ്റാത്തൊരു മരണമാണ്. അല്ലാഹു നമുക്ക് തന്ന മക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ്, ആരോഗ്യം അല്ലാഹു നൽകട്ടെ. ഈ പൊന്നുമോൻ അല്ലാഹു ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടട്ടെ. കുടുംബത്തിന് ഇത് താങ്ങാനുള്ള ഒരു കെൽപ്പ് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. നാം നിരന്തരമായി ദുആ ചെയ്യണം. അല്ലാഹു നമുക്ക് തന്ന നിഅമത്തുകൾ അത് നിലനിൽക്കണം. അതിനുവേണ്ടി എന്നും എപ്പോഴും പ്രാർത്ഥിക്കണം. അല്ലാഹു നമുക്ക് തന്ന മക്കൾക്ക് ആഫിയത്തും ആരോഗ്യവും നല്ല അനുസരണമുള്ള മക്കളാകാൻ വേണ്ടി ദുആക്ക് ഇജാബത്തുള്ള ഈ പരിശുദ്ധ റമദാൻ ദുആ ചെയ്യുക. എന്നും മരണത്തിന് വേണ്ടി ഒരുങ്ങി നിൽക്കുക. എപ്പോഴാണ് അസ്രായിൽ വന്നിട്ട് അസ്രായീൽ എന്ന് അസ്രായിൽ വന്ന് പറഞ്ഞാൽ പിന്നെ തിരിച്ചു പോകുന്ന പ്രശ്നമില്ല. ഇവിടെ അസ്രായിൽ ഒരു പ്രാവശ്യം വന്നാൽ റൂഹുമായിട്ടേ പോകുള്ളൂ. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് മുആദ് ബിൻ ജബലിനെ കണ്ടുപിടിക്കണമെന്ന്. കാരണം എന്നും ഒരു കാളെടുത്ത് അടുത്ത കാൾ വെക്കുമ്പോഴേക്കും പേടിയാണ്. അസ്രായിൽ വരുമോ, പ്രത്യക്ഷപ്പെടുമോ, മരണപ്പെടുമോ? ഇതായിരുന്നു നമ്മുടെ ചിന്ത. അല്ലാഹു പാരത്രിക ജീവിതം സന്തോഷത്തിലും റാഹത്തിലുമാക്കട്ടെ. കുടുംബത്തിന് അല്ലാഹു ക്ഷമ പ്രദാനം ചെയ്യട്ടെ. ഈ വിദ്യാർത്ഥിയെ കൂടുതൽ അറിയുന്നവർ കമൻറ്റിലൂടെ അറിയിക്കുക. എല്ലാവരും വിദ്യാർത്ഥിക്ക് വേണ്ടി ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും.